ഹായ് ഫ്രണ്ട്സ്, 4 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 BHK വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 10 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് കാവിൻപുറം എന്ന പറയുന്ന സ്ഥലത്താണ്. നമ്മൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ടാണ്. നമ്മുടെ ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഒക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, പുളിയറക്കുണം എന്നുള്ള സ്ഥലത്താണ് വരുന്നത്. അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാട് തന്നെ വേറെ വീടുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഫ്രണ്ട് വരുന്നത് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇൻ്റർലോക്ക് ഉണ്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇൻ്റർലോക്കാണ്. ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഇൻ്റർലോക്കാണ് നമുക്കിവിടെ ഫ്രണ്ട് വരുന്നത്. കൂടാതെ ഈ ഒരു വീട്ടിനുണ്ട് ഒരു വാട്ടർഫാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് നമുക്കിവിടെ വരുന്നത്. ഒരു വലിയൊരു SUV കാറിനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിക്ക് ഉള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനും നമുക്ക് കിണറും അവൈലബിൾ ആണ്. അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ തടിയിലാണ് ഒരു പാനൽ ചെയ്തിരിക്കുന്നുണ്ടോ, നല്ല വുഡൻ പാനൽ നമുക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. മഹാഗണിയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്ന പാനൽ ഫുള്ള് വരുന്നതൊക്കെ നമുക്ക് മഹാഗണിയിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമുക്ക് 14x6 ഡയമെൻഷനിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യെല്ലോ ഫാമിൻ്റെ പ്ലാന്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോറ് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളും തന്നെ തേക്കിലുള്ള ഒരു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട് ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. അപ്പോൾ നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ സോഫയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിവിടെ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഫുള്ളി ഫർണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സോഫയും ബാക്കി എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 16x18 ഡയമെൻഷനിലുള്ളതാണ്. നമുക്കിവിടെ ഒരു വലിയ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു TV ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് വുഡിൽ തീർത്തിട്ടുള്ളതാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഇവിടെ താഴെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഫർണിഷ്ഡ് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് നമുക്കിവിടെ സോഫ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സോഫ സെറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ടേബിളും നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈല് നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ തറയിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ്. അപ്പം നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ 16x14 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ കൂടാതെ നമുക്കൊരു ഡൈനിങ് ടേബിളും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നടുക്കൊരു പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ വരുന്നത്. പിന്നെ കൂടാതെ നമുക്കിവിടെ വാഷ് ബേസിൻ വരുന്നത് ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റും ഫുള്ള് വുഡിൽ തന്നെയാണ് നമുക്കിവിടെയും വരുന്നത്. വുഡൻ തീമിലാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടോ ആ ഒരു പോർഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ വാഷ് ബേസിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിംഗ് ഉള്ള ഒരു മിറർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത്. ഇപ്പോൾ ലിവിങ് ഏരിയ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് കയറി വന്നത്. പിന്നെ നമുക്കിവിടെ ഡൈനിങ് ഏരിയ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇനി നമുക്കിവിടെ ഉള്ളത് ഓപ്പൺ കിച്ചനാണ്. ഇതും ഫുള്ള് വുഡിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഡെക്കോർ ഐറ്റം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ, ഫുള്ള് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത് 12x14 ഡയമെൻഷനിലുള്ള കിച്ചണാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. നമുക്ക് ടൈല് ഗ്രിപ്പ് ഉള്ള ടൈല് തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ടോ. ഫുള്ള് വുഡിൽ തന്നെയാണ് ഇതും ചെയ്ത് തീർത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നത്. നമുക്ക് പാത്രം കഴുകാനൊക്കെ ഉള്ളൊരു സിങ്ക് നമുക്ക് ഇതാണ് വരുന്നത്. പിന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പ് നമുക്ക് ഈ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്, നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. പിന്നെ ഇവിടെ ഇന്നുണ്ടോ സ്റ്റോറേജ് സ്പേസൊക്കെ, വലിയ സ്റ്റോറേജ് സ്പേസും എല്ലാം തന്നെ ഇവിടെ പല ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് കിച്ചൻ്റെ കാഴ്ച വരുന്നത്. ഇനി നമുക്ക് കൂടാതെ ഈ സൈഡിലായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. 30x6 ഡയമെൻഷനുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടോ. അവിടെയും ഒരു സിങ്ക് നമുക്ക് വരുന്നുണ്ട്. കിണർ നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് തുണി കഴുകാനുള്ള നനകല്ല് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഫുള്ള് മഴ പെയ്താലും നമുക്ക് നനയാത്ത രീതിയിൽ ഫുള്ള് ഈ ഒരു പോർഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലാണ് ബാക്കി 3 ബെഡ്റൂമും വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ സീലിംഗ് വർക്ക് ഉണ്ടോ, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഒക്കെയാണ് നമുക്ക് സീലിങ്ങിന് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സെൻട്രലായിട്ട് ഫാൻസി ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം സ്മാർട്ട് ഫാനാണ് നമുക്കിവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് ഫാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. നമുക്കപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. നമുക്ക് 12x16 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ബെഡും ഫർണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബെഡ് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു വീട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. ഉണ്ടോ. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് വരുന്നത്. എല്ലാം തന്നെ വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മിറർ നമുക്ക് അപ്പുറത്തെ പോർഷനിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് മിറർ വരുന്നത്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിന് വരുന്ന ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വുഡിലുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ PVC ഡോറല്ല ഇത് വരുന്നത്. നമുക്ക് ഫൈബർ ഡോറാണ് നമുക്ക് ഇവിടെ ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മിററും ലൈറ്റിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ജാഗോറിൻ്റെ സറയുടെ ഒക്കെ പ്രോഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്കിപ്പം ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്കിപ്പോൾ മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ ഹാൻഡിൽസ് ഫുള്ളും തന്നെ വുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാൻഡിൽസാണ് വരുന്നത്. ഇപ്പോൾ കയറി പോകുന്ന ഭാഗത്ത് നമുക്ക് ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് നല്ലൊരു കളർ തീം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷിപ്പ് നങ്കൂരമൊക്കെ വെച്ച് നമുക്ക് കടലിൽ നിൽക്കുന്ന രീതിക്ക് ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന് ലൈറ്റിംഗ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ നമുക്ക് അവിടെ നിന്ന് ലൈറ്റിംഗ് കിട്ടുന്നതാണെങ്കിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വാളാർട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കയറി പോകുന്ന ഭാഗത്ത് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ലൈറ്റിംഗ് കിട്ടുന്നുണ്ട് കയറി വരുന്ന ഭാഗത്ത്. അപ്പോൾ ഈ സൈഡിൽ ഫുള്ള് വുഡൻ വർക്കാണ് നമുക്ക് ഹാൻഡിൽസ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കയറി വന്ന ഭാഗത്ത് ഈ ഒരു വാളാർട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ എത്തുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണുന്ന ലിവിങ് ഏരിയ 16x18 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഇവിടെയും നമുക്കൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ. ഇവിടെ ഒരു TV യൂണിറ്റ് നമുക്ക് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് സ്പേസ് വരുന്നത്. ഇവിടെ കുറേ ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നും ഔട്ട് കണക്ഷനും എല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഷെൽഫ് വരുന്നുണ്ട്. നമുക്ക് ബുക്കും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ വേണ്ടി ഉള്ള ഒരു ടേബിൾ കണക്കിനൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിന് നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിൽ, ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഇവിടെയും, ഒന്ന് നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. നമുക്കപ്പം ഈ ഒരു ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വിശേഷം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 13x16 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ കട്ടിൽ ഓൾറെഡി അവർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ നമുക്കിവിടെ വാർഡ്രോബ് നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേണാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലാണ് മിററും സംഭവമൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കൂടെ കാണാം. നമുക്ക് താഴെ കണ്ട അതേ ഒരു ടൈപ്പ് ഫൈബർ ഡോർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടുത്തെ ബാത്റൂം വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം നമ്മൾ താഴെ ഗ്രിപ്പിംഗ് ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ബാക്കി പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് ഇപ്പോൾ 12x18 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് കട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെ വരുന്ന കട്ടിൽ വരുന്നത്. അപ്പോൾ സീലിംഗ് വർക്ക്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് ഈ ഒരു
പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കട്ടിൽ ഇതാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഇനി ഒരു മിറർ വരാനുണ്ട്. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ബാക്കി ഈ മിററും നമുക്ക് ഒരുങ്ങാനൊക്കെ വേണ്ടിയുള്ള ആക്സസറീസ് ഒക്കെ നമുക്ക് ഇവിടെയാണ് വയ്ക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഫൈബർ ഡോറാണ് വരുന്നത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. 12x16 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ മുകളിൽ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വിൻഡോയിലും നമുക്ക് ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വാർഡ്രോബ് നമുക്ക് താഴെ കണ്ട അതേ ഒരു 4 ഡോർ വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരുങ്ങാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ, വലിയ മിററും ബാക്കി ആക്സസറീസ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതാണ്. നമുക്ക് ഗ്രിപ്പിംഗ് ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ലീഫിൻ്റെ പാറ്റേൺ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് 14x6 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണി നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ടല്ലോ. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റൊക്കെ കണ്ട് ഇവിടെ കൊടുത്ത് അറേഞ്ച് ചെയ്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലെല്ലാം തന്നെ വുഡൻ പാനലും ചെയ്തിട്ടുണ്ട്. തറയിൽ നമുക്ക് ഇതാണ് ടൈല് വരുന്നത്. 14x6 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഇതും നമുക്ക് ഹാൻഡിൽസ് ഉണ്ടോ, ഫുള്ള് വുഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽസ് ഫുള്ള് വരുന്നത്. അപ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,10,00,000 നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വീട് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഹോം ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ലോണൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ 50 ലക്ഷത്തിന് താഴോട്ടുള്ളതും അതിന് മുകളിലോട്ടുള്ളതും കൂടിയ വീടുകളെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള വീട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.